നമസ്തേ. വേദപുഷ്പത്തിലേക്ക് സുസ്വാഗതം. നമ്മൾ അതിഥി സൂക്തത്തിലെ 6ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. ഋഷി അതിഥിർ ദാക്ഷായണി ഋഷി, അനുഷ്ടുപ് ഛന്ദസ്, ദേവാഹ ദേവത, ഗാന്ധാര സ്വര. ഇതാണ് നേരത്തെ കഴിഞ്ഞ മന്ത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിൽ വലിയ വ്യത്യാസമില്ല. ഓം യദ്ദേവാ അധഃ സലിലേ സുസംരബ്ധ അധിഷ്ഠത ത്രാവോ നൃത്യതാമിവ തീവ്രോ രേണുരപായത. ഓം യദ്ദേവാ അധഃ സലിലേ സുസംരബ്ധ അധിഷ്ഠത അത്രാവോ നൃത്യതാമിവ തീവ്രോ രേണുരപായത. ഓം യദ്ദേവാ അധഃ സലിലേ സുസംരബ്ധ അധിഷ്ഠത അത്രാവോ നൃത്യതാമിവ തീവ്രോ രേണുരപായത. എന്താണ് പറയുന്നത്? യത് ദേവാഹ, ഏതെല്ലാം ദേവന്മാരാണോ, യത് ദേവാഹ, ഏതെല്ലാം ദേവന്മാരാണോ, അധഃ, ഈ അവ്യക്തമായ സലിലേ, സലിലത്തിൽ അഥവാ സത്തിന്റെ ലീനാവസ്ഥയിൽ, സലിലത്തിൽ സത്തിന്റെ ലീനാവസ്ഥയിൽ, സുസംരബ്ധാഃ അധിഷ്ഠത, സുസംരബ്ധാഃ അധിഷ്ഠത, പൂർണമായും ഉദ്ദീപ്തരായി നിന്നിരുന്നത്. സുസംരബ്ധാഃ അധിഷ്ഠത, പൂർണമായും ഉദ്ദീപ്തരായി നിന്നിരുന്നത്. വഹ, ആ നിങ്ങളുടെ തീവ്രഃ രേണുഃ, തീവ്രഃ രേണുഃ, തീവ്രമായ രേണു, തീവ്രമായ രേണു. അത്ര, ഈ അവസരത്തിൽ, ഈ അവസരത്തിൽ, അത്ര എന്ന് പറഞ്ഞാൽ ഈ അവസരത്തിൽ, നൃത്യതാം ഇവ, നൃത്തം ചെയ്യും കണക്കെ, നൃത്യതാം ഇവ, നൃത്തം ചെയ്യും കണക്കെ, അപായത പുറപ്പെടുന്നു, അപായത പുറപ്പെടുന്നു, അപായത പുറപ്പെടുന്നു. എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. വാസ്തവത്തിൽ എപ്പോഴാണോ സത്ത് ഉണ്ടായത് അപ്പോൾ തന്നെ അതിൽ ദേവന്മാരും ഉണ്ടായിട്ടുണ്ട്. ഈ ദേവന്മാരെന്താണെന്നൊക്കെ നേരത്തെ മന്ത്രങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷെ അവയുടെ കാരണഭാവത്തിൽ അഥവാ അമൂർത്ത ഭാവത്തിലായിരുന്നു എന്ന് മാത്രം. മൂർത്തഭാവത്തിലല്ല, അമൂർത്ത ഭാവത്തിലായിരുന്നു. പിന്നീട് സമയമാകുമ്പോൾ അവ കാര്യഭാവത്തിൽ അഥവാ മൂർത്ത രൂപത്തിൽ പ്രകടമാകുന്നതിൻ്റെ വർണ്ണനയാണ് ഈ മന്ത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനെയാണ് സാഖ്യ ദർശനത്തിൽ സത്കാര്യവാദം എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു വാദമാണ് സത്കാര്യവാദം. എന്താണ് ഈ സത്കാര്യവാദം എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി, ഇതൊക്കെ വളരെ കുറഞ്ഞ ഭാവത്തിൽ വളരെ ഗഹനമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പദാർത്ഥം ആദ്യമേ തന്നെ കാരണഭാവത്തിൽ ഉണ്ടായിരുന്നു. എന്താണ്? പദാർത്ഥം ആദ്യമേ തന്നെ കാരണഭാവത്തിൽ ഉണ്ടായിരുന്നു. സൃഷ്ടി എന്നാൽ അത് അതിൻ്റെ കാരണഭാവം വിട്ട് കാര്യഭാവത്തിൽ പ്രകടമാകൽ മാത്രമാണ്. ഇതാണ് ഈ സത്കാര്യവാദം എന്ന് പറഞ്ഞാൽ. സത്കാര്യവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥം ആദ്യമേ തന്നെ കാരണഭാവത്തിൽ ഉണ്ടായിരുന്നു. സൃഷ്ടി എന്നാൽ അത് അതിൻ്റെ കാരണഭാവം വിട്ട് കാര്യഭാവത്തിൽ പ്രകടമാകൽ മാത്രമാണ്. ഇതിനാണ് സത്കാര്യവാദം എന്ന് പറയുന്നത്. അതാണ് ശൂന്യതയിൽ നിന്ന് ഭഗവാൻ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ ശൂന്യതയിൽ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടിയെക്കുറിച്ച് ചർച്ചയില്ല ഇവിടെ. ഇവിടെ ദക്ഷന്റെ അഥവാ മഹത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ഈ അമൂർത്ത ഭാവത്തിലുള്ള ദേവന്മാർ സലിലത്തിൽ അഥവാ സത്തിന്റെ ലീനാവസ്ഥയിൽ ഉദ്ദീപ്തമായ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെ ദക്ഷന്റെ അഥവാ മഹത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ഈ അമൂർത്ത ഭാവത്തിലുള്ള ദേവന്മാർ സലിലത്തിൽ, സലിലം എന്ന് പറഞ്ഞാൽ സത്തിലെ ലീനാവസ്ഥയിൽ ഉദ്ദീപ്തമായ, നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എജിറ്റേറ്റഡ് എന്ന് പറയാം,
അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. സൃഷ്ടമാകാനുള്ള ഇച്ഛ അവരിൽ മൂർച്ഛിതമായിരിക്കുകയായിരുന്നു. സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു ഇച്ഛ, അതിനെ സൃഷ്ടമാകാനുള്ള ഇച്ഛ അവരിൽ മൂർച്ഛിതമായിരിക്കുകയായിരുന്നു. സൃഷ്ടിയുടെ സമയമായപ്പോൾ അവ പ്രകാശരശ്മികളെ പോലെ അത്യന്തം വേഗത്തിൽ നൃത്തം ചെയ്യും കണക്കെ കാര്യം സൃഷ്ടമാകുന്ന സ്ഥല കാലത്തിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? സൃഷ്ടിയുടെ സമയമായപ്പോൾ ശരിക്കും സൃഷ്ടമാകാനുള്ള ഇച്ഛ അവരിൽ മൂർച്ഛിതമായിരിക്കുകയാണ്. സൃഷ്ടിയുടെ സമയമായപ്പോൾ അവ പ്രകാശരശ്മികളെ പോലെ അത്യന്തം വേഗത്തിൽ നൃത്തം ചെയ്യും കണക്കെ കാര്യം സൃഷ്ടമാകുന്ന സ്ഥലകാലത്തേക്ക് പുറപ്പെട്ടു. ഇതാണ് വാസ്തവത്തിൽ ദേവനൃത്തം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ ദേവനൃത്തം എന്ന് പറയുന്ന ഇതാണ്. ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം യദ്ദേവ അധഃസലിലേ സുസംരബ്ധ അധിഷ്ഠത അത്രാവോ നൃത്യതാമിവ തീവ്രോ രേണുരപായതാം. ഏത് ദേവാഹ, ഏതെല്ലാം ദേവന്മാരാണോ, അതഹ ഈ അവ്യക്തമായ സലിലെ ലീനാവസ്ഥയിൽ, ശല്യത്തിൽ അഥവാ സലത്തിന്റെ ലീനാവസ്ഥയിൽ, സുസംരബ്ധാഹ അധിഷ്ഠത പൂർണ്ണമായും ഉദ്ദീപ്തരായി നിന്നിരുന്നത്, ബഹ ആ നിങ്ങളുടെ തീവ്രഹ രേണുഹു തീവ്രമായ രേണു, അത്ര ഈ അവസരത്തിൽ നൃത്യതാം ഇവ നൃത്തം ചെയ്യും കണക്കെ അപായത പുറപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മളെ വളരെ കൃത്യമായ കാര്യത്തിൽ നമ്മളെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, സനാതന ധർമാനുയായികളുടെ കാഴ്ചപ്പാട്, വേദത്തിൽ അധിഷ്ഠിതമായ യഥാതഥമായ സത്കാര്യവാദമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. സത്കാര്യവാദത്തിൻ്റെ യഥാതഥമായ തലങ്ങളിലേക്ക് വളരെ ആഴത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. എങ്കിലേ ഇതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. എങ്കിലും സാമാന്യേന ഈ മന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഇവിടെ ചമക്കുകയാണ് ചെയ്തത്. ആ ദേവനൃത്തത്തിൻ്റെ മഹാത്മ്യത്തെയും മനോഹാരിതയും വർണ്ണിച്ചുകൊണ്ട് 6-ാം മന്ത്രം ഇവിടെ അവസാനിക്കുകയാണ്. പരമാവധി ആളുകളിലേക്ക് ഈ വേദമന്ത്ര പ്രചാരണം നടത്തണമെന്ന് ഇത് കേൾക്കുന്നവരോട്, എൻ്റെ അനുവാചകരോട് ഹൃദയംഗവുമായിട്ട് അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരിലേക്കും നമ്മുടെ ഈ തത്വത്തെ എത്തിക്കാൻ ശ്രമിക്കുക. അവരെല്ലാവരും പഠിക്കട്ടെ. സനാതന ധർമാനുയായികളുടെ സൃഷ്ടിസങ്കല്പത്തെക്കുറിച്ച് അവർ കൃത്യമായി ബോധ്യപ്പെടട്ടെ, സ്വയം ബോധ്യപ്പെടട്ടെ, പഠിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയപൂർവമായ നമസ്കാരം.